നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇറാനിൽ അമേരിക്കയും IRGCയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലാണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഇറാൻ്റെ സൗതേൺ പാർട്ടിലേക്ക് അമേരിക്ക ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് തങ്ങൾക്ക് പറ്റുന്നതുപോലെ ഇറാനും ആക്രമിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ ഈ മത്സരം നടക്കുന്നത്. തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയാവുന്നു. കഴിഞ്ഞ രാത്രിയും അതിന് മുമ്പിലത്തെ രാത്രിയും അമേരിക്ക കാര്യമായ തോതിൽ ഇറാൻ്റെ സൗതേൺ പാർട്സിൽ ആക്രമിച്ചിട്ടുണ്ട്. ടെഹ്റാൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. സൗതേൺ പാർട്ടിലും ക്വാഷം ഐലൻഡ് എന്നൊക്കെ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഐലൻഡുകളുണ്ട്. ഐലൻഡോ ഈ ക്വാഷം ഐലൻഡ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, 1.5 ലക്ഷം ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് പ്രധാനമായിട്ടും ഇവരുടെ ഈ മിലിറ്ററി സാധനങ്ങളുള്ളത്. IRGCയുടെ കടലിലേക്ക് അവരുടെ നേവൽ അവരതിനെ കൊതുക് ഫ്ലീറ്റ് ഓഫ് മോസ്കിറ്റോസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. കൊച്ചു ബോട്ടുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അത് തമ്പടിച്ചിരിക്കുന്നത് ഇറാൻ്റെ ഈ പേർഷ്യൻ ഗൾഫിലുള്ള നിരവധിയായ ദ്വീപുകളിലാണ്. അതിൽ ഈ ക്വാഷം ഐലൻഡ് എന്ന് പറയുന്നത് വലിയ ഐലൻഡാണ്. അപ്പോൾ അതിലാണ് പ്രധാനമായിട്ടും അമേരിക്ക ആക്രമണം നടത്തിയിട്ടുള്ളത്. പിന്നെ ഇറാൻ്റെ സൗതേൺ പാർട്ടിലുള്ള പോർട്ട് റീജിയണിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. വല്ലാതെ ഇൻറ്റീരിയറായിട്ട് കടന്നുപോയിട്ട് ആക്രമണം നടത്തിയിട്ടില്ല. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും ഒരു ലിമിറ്റഡ് ടൈപ്പ് ഓഫ് ആക്രമണമാണ്. അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് ഹോർമുസ് കടലിടുക്കിൽ ഒമാനോട് ചേർന്നുള്ള ട്രാക്കിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നില്ല എന്നുറപ്പാക്കുകയാണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഇൻ്റർനാഷണൽ മാരിടൈം ഏജൻസിയും അമേരിക്കയും പറയുന്നത് കപ്പലുകളോട് അതിലേ പോകാനാണ്. ഇറാൻ പറയുന്നത് ഇറാനോട് ചേർന്നുള്ള തീരത്തുകൂടി പോയാൽ മതി എന്നാണ്. ഇപ്പോഴവർ ടോൾ പിരിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും അത് ഒരു ഒഫീഷ്യൽ ട്രാക്കാക്കി വെക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ ഒന്നും ആരും സഞ്ചരിക്കേണ്ട എന്നുള്ള അവരുടെ ഒരു ഹെജിമണി, അവരുടെ ഒരു മേൽക്കോയ്മ ഹോർമുസ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ഇറാൻ ചെയ്യുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു രാജ്യങ്ങളും ഇതിനോട് സഹകരിക്കാൻ സാധ്യതയില്ല. ഒമാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഞങ്ങൾ പറയാം, ഞങ്ങളുടെ കടൽ ഞങ്ങൾക്ക് വിട്ടുതരിക, ഇറാൻ്റെ കടൽ ഇറാൻ എടുത്തോളൂ. ഇപ്പോൾ ഇറാൻ്റെ കടലിലൂടെ അല്ലെങ്കിൽ ഇറാൻ്റെ തീരത്തോട് ചേർന്ന് കിടക്കാം. നമുക്കറിയാവുന്നതുപോലെ ഇത് ഏകദേശം ഒരു 22 നോട്ടിക്കൽ മൈലാണ് മൊത്തത്തിൽ ഇതിന് വീതിയുള്ളത്. 22 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 44 കിലോമീറ്ററോളം വരും. അപ്പോൾ ഈ 44 കിലോമീറ്ററിൽ 12 നോട്ടിക്കൽ മൈലാണ് ഒരു രാജ്യത്തിന് അവകാശപ്പെട്ടത്. തങ്ങളുടെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20-21 കിലോമീറ്ററാണ്. അപ്പോൾ ഈ ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ ഈ ഒമാൻ്റെയും ഇറാൻ്റെയും വാട്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരും. അപ്പോൾ അതായത് ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലത്ത് 38 കിലോമീറ്റർ വീതിയുള്ളൂ. ശരിക്കും ഒരു 42 കിലോമീറ്റർ വീതി ഉണ്ടെങ്കിൽ അവനവൻ്റെ വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് വീതിച്ചെടുക്കാൻ പറ്റുള്ളൂ. മിക്കവാറും സ്ഥലങ്ങളിൽ 44 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. 44 കിലോമീറ്റർ വരുമ്പോൾ 2 കിലോമീറ്റർ ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ മൊത്തമായിട്ട് ഇറാൻ അവരുടേത് അല്ലെങ്കിൽ IRGC അവരുടേതെന്ന് അവകാശപ്പെടുന്നതിനകത്ത് യാതൊരു ന്യായവും ഇല്ല. അവരുടെ ശക്തി ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ചെയ്യാം. അപ്പം ഇറാൻ ഇപ്പോൾ ശക്തിയുണ്ട്, ഞങ്ങളിത് പിടിച്ചെടുക്കും എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ അവരൊരു ന്യൂക്ലിയർ ഫോഴ്സ് ആയിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ പറഞ്ഞ ഹോർമുസ് എന്ന് പറയുന്ന കടലെടുക്ക് അവരുടെ സ്വന്തമാക്കി വെച്ചേനെ. അതിലൂടെ കടന്നുപോകും കപ്പലുകളോടെല്ലാം, എല്ലാ കപ്പലുകളോടും അവർ വലിയ തുകയും വാങ്ങിയേനെ. അവർ ന്യൂക്ലിയർ ഫോഴ്സ് അല്ലാത്തത് കൊണ്ടാണ് അവർക്കത് ചെയ്യാൻ കഴിയാതെ പോകുന്നതെന്ന് ഈ യുദ്ധത്തിൽ നിന്നൊക്കെ അവർ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കി തരുന്ന ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ആയിരുന്നെങ്കിൽ ലോകത്തിനൊരു വലിയ ഭീഷണിയായിരുന്നു, ഒരു പേപ്പട്ടിയെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു രാജ്യമായി തീർന്നേനെ അത്. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയർ ഫോഴ്സ് എടുത്തു കളയാൻ സാധിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ വലിയൊരു നേട്ടമാണ്. അപ്പോൾ എന്തായാലും ശ്രീ ഒമാൻ പറഞ്ഞ ഈ ഒരു കണ്ടീഷനോടും ഇറാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ പറയുന്നത് ഒമാൻ്റെ തീരത്തൂടെ പോകുന്ന കപ്പലുകളെ തങ്ങൾ ആക്രമിക്കും എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണങ്ങൾ അതിലെ പോയ കപ്പലുകളെ ഒരു വാൺ ചെയ്തു, നിന്നില്ല. അതിൻ്റെ പേരിൽ ഒരു കപ്പലിനെ ആക്രമിച്ചു. ആ കപ്പൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും ആ കപ്പൽ മുങ്ങിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. അതിൻ്റെ സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ തിരിച്ചാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ആക്രമണം നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പറയുന്നത് ഒരടിക്ക് 20 അടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞതാണ്. ഒരടിക്ക് 20 അടി എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്ലെയർ അപ്പ് ചെയ്യുന്നത് ഈ ഖമനയുടെ ശവസംസ്കാരം നടക്കേണ്ട ദിവസം അതിൻ്റെ തൊട്ട് തലേന്ന് മുതലാണ് ഇത് ഫ്ലെയർ അപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ ഈ ശവസംസ്കാരത്തിലൊക്കെ പങ്കെടുത്ത ആളുകൾ ബഹുഭൂരിഭാഗവും ഈ ഖമനയി IRGC സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു ബെഞ്ചമിൻ നെതന്യാഹു. ഇതാണ് അവരുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ചാൻഡിങ്. അവർ ഈ ഒരു ചാൻഡിങ്ങുമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ അവസാനം ഖമനയെ ശവസംസ്കാരം നടത്തിയ ശേഷം ഖമനയുടെ മകൻ മുജ്തബ ഖമനയി ജീവനോടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ വക ഒരു പ്രസ്താവന വന്നു, ട്രംപിനെ തട്ടും. അപ്പോൾ ട്രംപിനെ തട്ടും എന്ന ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ സ്വാഭാവിക രീതിയിൽ ട്രംപ് പ്രതികരിച്ചില്ല. ട്രംപ് അതിനോട് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റുമാരെ കൊല്ലുക എന്നുള്ളത് ഇറാൻ്റെ എക്കാലത്തെയും ലക്ഷ്യമായിരുന്നു 1979 ശേഷം.
അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ തന്നെ ആദ്യം 1000 മിസൈലുകൾ അവരുടെ നേരെ ടാർഗറ്റ് ചെയ്ത് വെച്ചത് അവിടെ പോയി വീഴും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ അതിന് പുറകെ 1000 വേറെയും വരും. അപ്പം വീണ്ടും അദ്ദേഹം അത് ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. 1 വർഷം എടുത്താണെങ്കിലും ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. പക്ഷെ അതിൽ ശ്രദ്ധേയമായൊരു കാര്യം, അദ്ദേഹം അവിടെ ന്യൂക്ലിയർ ഫോഴ്സ് ഉപയോഗിക്കില്ല എന്നൊരു സൂചനയാണ് അവിടെ തരുന്നത്. കാരണം 1 വർഷം എടുത്തിട്ടാണെങ്കിലും ഇതിനെ പീസ് ബൈ പീസ് ആക്കി ഞങ്ങൾ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയും. പിന്നെ ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാവുകയില്ല. ഇപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ ഒരു 10 മിനിറ്റോട് തീർക്കാവുന്ന വിഷയമുള്ളൂ. അപ്പോൾ അത്തരം ഒരു വെപ്പൺ ഉപയോഗിക്കുകയില്ല എന്നുള്ള കൃത്യമായ സൂചന ട്രംപ് ഇപ്പോഴും ദാറ്റ് ഇസ് ടു ദി ഇറാനിയൻ പീപ്പിൾ, ഇറാനിയൻ ജനതയ്ക്ക് നൽകുന്ന ഒരു സൂചനയാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് നേരെ ഇപ്പോൾ ഞാനാണ് ഈ കസേരയിലുള്ളത് എന്നാണ് ട്രംപ് പറയുന്നത്. അത് ഞാനല്ല, ആരാണെങ്കിലും ശരി, അങ്ങനെ ഒരാൾക്ക് നേരെ ഒരു വധശ്രമം ഇറാൻ്റെ ഭാഗത്ത് ഒഫീഷ്യലായിട്ട് ഉണ്ടായാൽ പിന്നെ ഇറാൻ ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറയുന്നത്. ഇപ്പോൾ ഖമനൈ മൊജിഡാബ പറയുന്നത് അവർക്ക് ബ്ലഡ് മണി അല്ലെങ്കിൽ ബ്ലഡ് ഫോർ ബ്ലഡ്, അവരുടെ ഖമനൈയെ കൊന്നതിന് പകരമായിട്ട് അവർക്ക് ട്രംപിനെ കൊല്ലാൻ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന ആള് ഈ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശവസംസ്കാരത്തിന് പോലും അദ്ദേഹം തല പുറത്ത് കാണിച്ചില്ല എന്നുള്ളതാണ്. അമേരിക്കയും ഇസ്രായേലിനെയും ഭയന്നിട്ട് മാളത്തിൽ വിളിച്ചിരിക്കുന്ന ആളാണ് പറയുന്നത് ട്രംപിനെ തട്ടും എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരാളുണ്ടോ, അയാൾ തന്നെയാണോ ഇത് പറയുന്നത്, ഇതിനൊന്നും യാതൊരു ഉറപ്പുമില്ല. ഇത് പറയുന്നത് മിക്കവാറും ഇപ്പോഴുള്ള ഈ വലായതിയെ പോലെയുള്ള ആളുകൾ, IRGCയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ ആവാനാണ് സാധ്യത. ഇപ്പോൾ ഖമനയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു പിക്ചറും അവർ ഇറക്കിയിട്ടുണ്ട്. ഖമനയുടെ വീഡിയോസ് കൊടുക്കാനില്ല, ലൈവ് ഫോട്ടോസ് കൊടുക്കാനില്ല, ഒരു ചിത്രം മാത്രം കൊടുക്കുന്നു. എന്തെന്ത് ചിത്രമാണ് നമുക്കറിയാവുന്ന പോലെ ഒരു ചിത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഖമനൈ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ മുഴച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ശവസംസ്കാരത്തിൽ വാസ്തവത്തിൽ ഇവരുടെ രാജ്യത്ത് നിലനിൽക്കുന്ന, ഇറാൻ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന വലിയ ഡിവിഷൻ ഇവിടെ പ്രകടമായി എന്നുള്ളതാണ്. അപ്പം അതിനിടയിലൂടെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഞങ്ങൾ റെഡിയാണ്, ഈ ഞങ്ങൾ കയറി നിരത്തട്ടെ എന്നവർ ട്രംപിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ടാം വട്ടം ഇപ്പോഴത്തെ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് ആക്രമിക്കാൻ, ഞങ്ങളെ വിളിക്കേ. ഇപ്പോൾ ഇറാൻ നടത്തിയുള്ള പ്രത്യാക്രമണങ്ങൾ GCC രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ ജോർദാനിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അവരവകാശപ്പെടുന്നു. ജോർദാൻ പറഞ്ഞിട്ടില്ല. IRGC പറഞ്ഞത് ഞങ്ങൾ ജോർദാനിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നാണ്, ലക്ഷ്യം വെച്ച് മിസൈലുകൾ അയച്ചു എന്നാണ്. അപ്പോൾ ഇവർ പല മിസൈലുകൾ അയച്ചു എന്ന് പറയുന്നുണ്ട്. അയച്ചത് പലതും ഭൂമിയിലോട്ട് വരാറില്ല, പറഞ്ഞ സ്ഥലത്തൊന്നും എത്താറില്ല, സാധാരണ ആളുകളുടെ തലയിൽ വീഴലാണ് പതിവ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എന്തായാലും ഖത്തറിലും UAE-യിലും ഒക്കെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. കൂടാതെ ഒമാനിലും ആക്രമണം നടന്നിട്ടുണ്ട്. ഒമാൻ ഇതിനിടയിലൂടെ സമാധാനം പിടിക്കാൻ വരുന്ന രാജ്യമാണ്, ഇവരൊരു യുദ്ധത്തിനും ഇല്ലാത്തതാണ്. പക്ഷേ അവിടെയും ഇന്നലെ ആക്രമണം നടന്നിട്ടുണ്ട്. ജോർദാൻ വരെ ആക്രമണം നടന്നു. ഈ ജോർദാനിൽ നിന്ന് പോകുന്ന മിസൈൽ കുറച്ചുകൂടെ നീട്ടി ഇസ്രായേലിലെത്തും. ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ അനുവാദം ചോദിക്കത്തില്ല, അവരും കൊണ്ടുവരും. അപ്പോൾ അത് സംഭവിക്കുകയോ ഇല്ല എന്നുള്ളൊരു വിഷയം ഇതിനകത്ത് പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട്. ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ട്രംപിനോട് അനുവാദം ചോദിക്കുന്നില്ല. ഇപ്പോൾ അവർ ട്രംപിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളും കൂടെ വരട്ടെ, ഞങ്ങളോട് വന്നിട്ട് ശരിയാക്കി തരാം. അപ്പം ട്രംപ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല, തൽക്കാലം വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് വിചാരിക്കാം. ഓഫ് കോഴ്സ് അവർ ടെലിഫോൺ കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടാവും. പക്ഷേ ഖമനയുടെ ഈ ശവസംസ്കാരത്തിനിടയിലൂടെ ഇറാൻ്റെ ലീഡർഷിപ്പിലുള്ള നേതൃത്വത്തിലുള്ള വലിയ വിടവ് എല്ലാവർക്കും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ്റെ നേതൃത്വത്തിൽ ഈ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെഷേസ്കിയാനെയും അതുപോലെ അരാക്ചീനെയും ഒക്കെ ട്രൈറ്റേഴ്സ് എന്ന് വിളിച്ചുകൊണ്ടാണ് ജനം ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവരെ വിളിച്ചത് പെഷേസ്കിയാനെ വിളിച്ചത് ഡെത്ത് ടു ദ കോംപ്രമൈസർ എന്നാണ്. അദ്ദേഹം വലിയ എസ്കോർട്ടോടെയാണ് വന്നത്. എസ്കോർട്ടോടെ കടന്നു പോകുന്ന സമയത്ത് ആളുകൾ കൂട്ടമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഡെത്ത് ടു ദ കോംപ്രമൈസർ എന്നാണ്. അതായത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ പെഷേസ്കിയാനെ കൊന്നുകളയണം എന്നുള്ളതാണ് അവർ വിളിച്ചു പറയുന്നത്. IRGC മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സംസാരമാണ്, അങ്ങനെ ജനം സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നതല്ല, അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് നേരെ മറിച്ച് അരാക്ഷിക്ക് കിട്ടിയ പിന്നെ വലിയ ജനത്തിൽ നിന്നുള്ള സ്വീകാര്യത ഇങ്ങനെയാണ്, ഡെത്ത് ടു ദ ട്രൈറ്റർ, രാജ്യത്തെ വഞ്ചിച്ചവനെ കൊല്ലണം എന്നാണ് അരാക്ഷിയെ കുറിച്ച് പറഞ്ഞത്. ആൻഡ് ഷെയിംലെസ്, നാണം കെട്ടവൻ എന്നുള്ള ഒച്ചപ്പാടാണ് അവിടെ കേട്ടത്. ദെൻ ഇവിടെ ഇവർ ഒരുപാട് ജനം പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് പങ്കെടുക്കാതെ പോയ പല ആളുകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള ഹസൈൻ റൗഹാനി, ദെൻ മുഹമ്മദ് ഖത്താമി, ഇവർ രണ്ടുപേരും മുൻ ഇറാനിയൻ പ്രസിഡന്റുമാരാണ്. ഇവർ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. മുൻ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് ജാവേദ് സൈഫും ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അപ്പം ഇറാനിയൻ ലീഡർഷിപ്പിലുള്ള വലിയ ഡിവൈഡാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം ഇതിൽ ഈ സംസാരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നെഗോസിയേഷൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവർക്ക് ഈ തീവ്രവാദികൾക്ക് IRGCക്ക്
ടെററിസ്റ്റുകൾക്ക് ഏറ്റവും സ്വീകാര്യനായ ആൾ ഗ്വാലിബാഫാണ്. ഈ ഗ്വാലിബാഫിനെ പറ്റി പോലും ഇവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തെ പറ്റി പോലും അദ്ദേഹം അരാക്ചിയോട് ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണെന്ന് IRGCയുടെ നേതൃത്വത്തിലുള്ളവരുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ഡീപ്പ് ഡിവൈഡാണ് രാജ്യത്ത് നിൽക്കുന്നത്. IRGC ഒരു ഭാഗത്ത് ഒരു തരത്തിലുള്ള നിയന്ത്രണമൊക്കെ വഴങ്ങാതെ ചോരയ്ക്ക് ചോര, ഞങ്ങളുടെ നേതാവിൻ്റെ ചോരയെടുത്ത രാജ്യത്തിൻ്റെ ചോര വീഴ്ത്തി അല്ലെങ്കിൽ മരിച്ച് മാത്രമേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ എന്നുള്ള വാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് അവരന്വേഷിക്കുന്നതേ ഇല്ല. അവരുടെ പണം ഒന്നിനും കൊള്ളാത്ത പണമായി തീർന്നു. $1 14 ലക്ഷം റിയാൽ കിട്ടും, ഇറാൻ റിയാൽ കിട്ടും എന്ന നിലയിലാണ് അവരുടെ രാജ്യത്തെ നോട്ടിൻ്റെ വിലയുള്ളത്. കൂടാതെ ഒരാൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം വാങ്ങി 78 മില്യൺ റിയാൽ വേണം ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണം സംഘടിപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ റിയാൽ എന്ന സാധനം ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ്. അത് ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലും ഇല്ല. ടോയ്ലറ്റ് പേപ്പറാണ് തൂക്കി വിറ്റാൽ അതിൽ കൂടുതൽ കാശ് നമ്മുടെ നാട്ടിൽ കിട്ടും. അപ്പോൾ അത്ര പോലും വിലയില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ നാണയം പോയി. അതുകൊണ്ട് നാണയം ആരും കൈകാര്യം ചെയ്യാറില്ല, എല്ലാവരും ഡിജിറ്റൽ മണിയാണ് ഉപയോഗിക്കുന്നത്. അവർ ഡിജിറ്റൽ മണി ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു ലിറ്ററസി ആ രാജ്യത്തുള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ ഡിജിറ്റൽ മണിയാണ് ഉപയോഗിക്കുന്നത്, കാരണം കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിലയിൽ നിൽക്കുന്ന രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഈ ബ്ലഡ് ഫോർ ബ്ലഡ്, ട്രംപിനെ കൊല്ലും എന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് തങ്ങളുടെ നേതാവിനെ ഇവർ പെട്ടിയിലാക്കി യുവമാരൊക്കെ ഞെളിഞ്ഞ് നടക്കാണ്, ട്രംപും നെതന്യാഹു ഒക്കെ ഞെളിഞ്ഞ് നടക്കാണ്, നമ്മുടെ നേതാവിനെ പെട്ടിയിലാക്കി, അതുകൊണ്ട് അവരെ കൊല്ലണം, ഇതാണ് ഇവരുടെ ഡിമാൻഡ്. ഓഫ് കോഴ്സ് ആഗ്രഹങ്ങൾ പലതരത്തിലും ആവാം, പക്ഷെ നടപ്പാവൂ എന്നുള്ളതാണ്. കാരണം ട്രംപ് ഇവരുടെ അടുത്തെത്തിയിരുന്നു ഈ ദിവസങ്ങളിൽ നാറ്റോയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. ഈ ഖമനയെ സംസ്കരിക്കുന്ന ദിവസം ടർക്കിയിലുണ്ട് ട്രംപ്. ഇവരുടെ നീട്ടി വലിച്ച വലിയ വലിയ മിസൈലുകളില്ലേ, ഒരു മിസൈൽ അങ്ങോട്ട് വിട്ടാൽ മതി, ട്രംപ് തീരുമായിരുന്നല്ലോ. എന്താ ചെയ്യാൻ പറ്റാതെ പോയത്? അപ്പോൾ വെറുതെ വാചകടിച്ച് നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ, കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ ഇതിൽ ആബ്സെൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പം ഈ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഡീപ്പ് ഡിവൈഡ്, IRGC എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡേ ടു ഡേ ലൈഫിലോ പ്രോഗ്രസ്സിലോ യാതൊരു താല്പര്യവുമില്ലാത്ത, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു ഓൾ ജ്യൂസ് എന്നുള്ളത് അവരുടെ ജീവിത പ്രമാണമാക്കി വെച്ച് അതെങ്ങനെയെങ്കിലും സാധിക്കുമോ, ഇല്ലെങ്കിൽ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നിയന്ത്രണത്തിൽ ആയുധങ്ങൾ പെട്ടുപോവാണ്. അപ്പോൾ ആയുധങ്ങൾ പെട്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യത്തിന് നിയന്ത്രണം അവരിക്കും, കാരണം രാജ്യത്തെ ജനത്തെ ഇവർ തോക്കുമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഖമനേയിയുടെ ശവസംസ്കാരത്തിൽ ഇവർ പറയുന്നത് മില്യൺസ് ഓഫ് പീപ്പിൾ വർ പാർട്ടിസിപ്പേറ്റഡ് എന്നാണ്. മില്യൺസ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇറാനിൽ മൊത്തം 9 കോടി മനുഷ്യരുണ്ട്. 9 കോടി മനുഷ്യരിൽ നിന്ന് ഏതാനും മില്യൺസ്, 10 ലക്ഷം അല്ലെ 20 ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നതുകൊണ്ട് ആ രാജ്യത്തെ ആളുകൾ ഇതിൻ്റെ പിന്നിലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ന്യൂട്രൽ ആയിട്ടുള്ള ആരും ഇത്തരം വിഷയങ്ങൾക്കൊന്നും ഇറങ്ങിത്തിരിക്കില്ല, അവർ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. നേരെ മറിച്ച് തീവ്രവാദികൾ എപ്പോഴും എല്ലായിടത്തും ഒരു ഷോ ഓഫ് ചെയ്യും, അവർ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴും ഇറാനിൽ പ്രകടനം നടക്കുകയാണ്. ഖമനൈ എന്ന് പറയുന്ന ഈ പറയുന്ന മുഖമില്ലാത്ത മനുഷ്യൻ്റെ ശബ്ദത്തിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നിരന്തരമായി സ്ട്രീറ്റിൽ ഉണ്ടായിരിക്കുക, പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതായത് അവർ ഈ അമേരിക്കക്കെതിരെയുള്ള വൈരാഗ്യം കത്തിച്ച് IRGCക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഖമനൈ വലിയ പുള്ളിയാണെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ എത്ര രാജ്യത്തിൻ്റെ തലവന്മാരാണ് ഇതിൽ പങ്കെടുത്തത്? ഇന്ത്യയിൽ നിന്നൊക്കെ പോയത് ആരാന്ന് നമുക്കറിയാം. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വളരെ ലോവർ ലെവൽ ഒഫീഷ്യൽസിനെ മാത്രമാണ് അയച്ചിട്ടുള്ളത്. ആകെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പങ്കെടുത്തിട്ടുള്ളത് പാകിസ്ഥാനിൽ നിന്ന്, ടാജിക്കിസ്ഥാനിൽ നിന്ന്, അർമേനിയയിൽ നിന്ന്. ടാജിക്കിസ്ഥാനും പാകിസ്ഥാനും അർമേനിയയും ഇറാനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ്. അതിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള രാജ്യമാണ്, ബ്രോക്കർ നേഷൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ടാജിക്കിസ്ഥാനും അർമേനിയയ്ക്കും ഇറാനെ കൊണ്ട് വലിയ ആവശ്യങ്ങളുണ്ട്. അവരുടെ രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കിടക്കുന്നതാണ്. അതിനകത്തൂടെയൊക്കെ യാത്ര ചെയ്താൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യങ്ങളുടെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് മാത്രം അതിൻ്റെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വളരെ ലോവർ ലെവൽ ഒഫീഷ്യൽസാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ പോയതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു സഹമന്ത്രി മാത്രമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇതിൽ പങ്കെടുക്കാൻ പോയത്. അപ്പോൾ ഇറാനോടുള്ള ലോകരാജ്യങ്ങളുടെ ഒരു പരിഗണനയാണ്, അല്ലെങ്കിൽ ഇറാനിലെ തീവ്രവാദ നേതൃത്വം IRGCയോടുള്ള ലോകരാജ്യങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് വാസ്തവത്തിൽ ഇത് തെളിഞ്ഞു വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ ഇനി ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ ഏറ്റവും ലോവർ ലെവൽ ഒഫീഷ്യൽസിനെ 3 രാജ്യങ്ങൾ അയച്ചു. അത് സൗദി അറേബ്യയും ഖത്തറും ഒമാനുമാണ്. ഖത്തറിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകത്തിലെല്ലായിടത്തും ഇസ്ലാമിക തീവ്രവാദം കത്തിച്ചു വളർത്തിയത് ഖത്തറാണ്. ഇപ്പോഴും അവർ ഇസ്ലാമിക തീവ്രവാദത്തിന് ഫൈനാൻസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്കും ഈ IRGCക്കും ഇടയിൽ മീഡിയേറ്റർ കളിക്കാൻ അവർക്ക് സാധിക്കുന്നത്. രണ്ടാമത്തത് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനും ഖത്തറും. അപ്പോൾ പാകിസ്ഥാൻ അത്രത്തോളം ഇല്ല, ഖത്തറാണ് ഇതിൻ്റെ വലിയ ചേട്ടൻ. അപ്പോൾ ഖത്തറാണ് ഇതിനകത്ത് മീഡിയേഷൻ ഇപ്പോൾ നിൽക്കുന്ന രാജ്യം. നല്ലതുപോലെ ഇറാൻ്റെ ഇതിന് അടി വാങ്ങിക്കൂട്ടുന്നത് ഖത്തർ തന്നെയാണ്. അവർക്ക് എപ്പോഴെങ്കിലും ആക്രമിക്കാൻ തോന്നി ആദ്യം അവർ ആക്രമിക്കുന്നത് ഖത്തർ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അത് ഇറാഖിൽ നിന്ന് നമുക്ക് ആക്സസിബിൾ ആയതുകൊണ്ടും ഇറാഖിൽ
IRGCയുടെ വലിയ ഒരു വിങ്, ഈ ഹെസ്ബുള്ളയൊക്കെ പോലെയുള്ള ഒരു വിങ് അവിടെ നിലവിലുള്ളത് കൊണ്ടും അതുപയോഗിച്ച് ഖത്തറിനെ ആക്രമിക്കാൻ എളുപ്പമായതുകൊണ്ടും ആദ്യത്തെ അടി കിട്ടുന്ന ഖത്തറിനാണ്. എപ്പോഴും സംഗതി ഉണ്ടായ ആദ്യത്തെ അടി ഖത്തറിനാണ് കിട്ടുക. ഖത്തർ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം ലോകത്തിലെല്ലായിടത്തും ഇസ്ലാമിക തീവ്രവാദം വളർത്താൻ വേണ്ടി മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് ഖത്തർ. അവരാണ് ഇതൊക്കെ ഫൈനാൻസ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടംപോലെ ഗ്യാസ് ഓയിലും ഒക്കെ ഉണ്ട്. ആ പൈസ ഉപയോഗിച്ച് അവർ ചെയ്യുന്ന പണി ഇതാണ്. അപ്പോൾ ആ ഖത്തറും ഒമാനും സൗദി അറേബ്യയാണ് അയച്ചൊക്കെ ലോവർ ലെവൽ ഒഫീഷ്യൽസിനെയാണ്, ഫോറിൻ സെക്രട്ടറി ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് അയച്ചിട്ടുള്ളത്. മറ്റു രാജ്യങ്ങൾ ദറ്റ് ഈസ് കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഈ രാജ്യങ്ങളൊന്നും ഒരാളെ പോലും അയച്ചില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അതായത് GCC രാജ്യങ്ങളുടെ ഇടയിലുള്ള ഇറാന്റെ സപ്പോർട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. GCC രാജ്യങ്ങളെ ഒക്കെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇറാനിലെ ഈ മത തീവ്രവാദ നേതൃത്വം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് തീർത്തും ഒരു ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വേണ്ടാത്ത ഒരു സംഗതിയാണ് എന്ന് അവർ ഇതിൽ നിന്നും കാണിക്കുന്നു. അപ്പോൾ അത് ഈ ഇറാന്റെ ഈ മത നേതൃത്വം, നമ്മളിപ്പോൾ ഇവിടെയൊക്കെ അടിയിലൊക്കെ വന്ന് കമന്റ് എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇവർക്ക് എന്ത് സപ്പോർട്ടാണ് ഈ ലോക ജനതയിലുള്ളത്, അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ ഇടയിലുള്ളത്? ഒന്നുമില്ല, ആരുടെ ഭാഗത്തുമില്ല. ഒരു രാജ്യത്ത് നിന്ന് പോലും കൊള്ളാവുന്ന ഒരു നേതാവ് ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നതിൽ തന്നെ രാജ്യത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ട്രംപിനെ കൊല്ലാൻ നടക്കുമ്പം, അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊല്ലാൻ നടക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളാണ് പട്ടിണിയിലായി പോകുന്നതെന്നും, അമേരിക്കയുടെ ഓരോ ആക്രമണത്തിലും ഇവരെ ഒരു ചൊറിയുമ്പോൾ അമേരിക്ക വന്നിട്ട് ചെയ്യുന്നത് 140-150 എയർ റൈഡുകളാണ്, ഒരുപാടങ്ങ് നശിപ്പിച്ചിട്ട് പോവാണ്. അപ്പോൾ വലിയ തോതിലുള്ള നാശമാണ് സംഭവിക്കുന്നത്. തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത ഈ IRGC എന്ന് പറയുന്ന തീവ്രവാദ സംഘം ഇവർ രാജ്യത്ത് തടവിലിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പെഷേസ്കിയാനും ഖാലിബാഫും അരാക്ഷിയും ഒക്കെ പോലെ തലയ്ക്കകത്ത് ചോറുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ഇത് പ്രശ്നം ഒത്തുതീർത്ത് രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ശ്രമിക്കുമ്പോൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാതെ എങ്ങനെയെങ്കിലും ഈ മീഡിയേറ്റർ ശ്രമങ്ങളെ പൊളിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ IRGC ആക്രമിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്രമണങ്ങൾ വരുമ്പോൾ അമേരിക്ക ടോളറേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. അവർക്ക് എപ്പോഴും തിരിച്ച് അവർ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഈ IRGC സംബന്ധിച്ച് അവരുടെ വിജയം എന്നുള്ളത് അവർക്ക് കാണിക്കാനുള്ളൊരു സ്ഥലമാണ് ഹോർമുസ്. അത് ഒരു തരത്തിലും കാണിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അമേരിക്ക. അപ്പോൾ ആ ഒരു ലെവലിൽ ഹോർമുസിൻ്റെ ചുറ്റുവട്ടത്തിലേക്ക് ഇപ്പോൾ ആക്രമണങ്ങൾ ഒതുങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസമായിട്ടുള്ള സംഗതി. വലിയ തോതിലേക്കുള്ള ഒരു വാറായിട്ട് എസ്കലേറ്റ് ചെയ്തില്ല. നേരെ മറിച്ച് ഇസ്രായേലിൽ ഒരു മിസൈൽ വീണാൽ ഈ കളി മാറുകയും ചെയ്യും. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.